ഹായ് ഓൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് ദിവസമായി ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത് നമ്മളെ മസ്കറ്റ് താമസിക്കുന്ന നമ്മളടുത്തുള്ള ഇന്ത്യൻ സ്കൂളാട്ടോ. അപ്പോൾ ഈ സ്കൂൾ നടന്ന ശാസ്ത്രമേളയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാത്രിയായിരുന്നു പാരൻസിന് എൻട്രി. വൈകിട്ട് 3 മണിയാകുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ റീച്ചായി. ഇതൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടല്ലോ അവർക്ക്. അപ്പോൾ അവരൊക്കെ 3 മണിയാകുമ്പോൾ സ്കൂളിലൊക്കെ എല്ലാവരും റീച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 6 o'clock വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ കുറേ ക്ലാസ് റൂമൊക്കെ എടുത്ത് വെച്ച് പോയി. അവരൊക്കെ ഒക്കെ കാലിയാക്കി. അപ്പം ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പകർത്തിയത്. അങ്ങനെ ഓരോ ക്ലാസ് റൂമുകളും കടന്നിട്ട് നമുക്ക് പോവാം ഓരോ കാഴ്ചകളിലൂടെ. ഇതൊക്കെ കുട്ടികൾ ഓരോ കലാവിരുതുകളാട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കാര്യങ്ങൾ, എന്താ പറയുക, ഇതൊക്കെ കണ്ടില്ലേ, ആധുനിക യുഗത്തിലുള്ള ഓരോരോ സോളാർ സിസ്റ്റം അത് ഇതൊക്കെ ആയിട്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പക്ഷേ ഒരുവിധം കുട്ടികളൊക്കെ രാത്രി ആയതുകൊണ്ട് 8-9 മണിയാകുമ്പം തന്നെ കുട്ടികൾ പോയി തുടങ്ങി. എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ച് കാലിയാക്കി സ്കൂൾ. അതിന് മുമ്പ് കുറച്ച് എത്തിയതുകൊണ്ട് ഈ വീഡിയോസൊക്കെ പിടിക്കാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറേ നേരം വീഡിയോസ് ഉണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇത് താഴത്തെ ഇതാട്ടോ. ഇവിടെ താഴെ വലിയൊരു ഹാളുണ്ട്. അപ്പോൾ അത് ഓഡിറ്റോറിയമാണ്, നേരെ ഓഡിറ്റോറിയമാണ്. ഇവിടെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ കുറേ എക്സിബിഷൻ പോലെ കുറേ സ്റ്റാൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. കലാപരമായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ക്ലാസ് റൂമുകളൊക്കെ കവർ ചെയ്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു. അതാണിപ്പോൾ ഇത് ഞാൻ ഇടുന്നത്. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? ഞാനിങ്ങനെ സംസാരിക്കുന്നില്ല, നിങ്ങൾ കണ്ടോളൂ, വെറുതെ ബോറടിപ്പിക്കുന്നുണ്ടല്ലോ. താഴെ ഭാഗം കേട്ടോ, ഇത് ഫുള്ളും താഴെയാണ്. താഴെയുള്ള ക്ലാസ് റൂമുകളൊക്കെ ഞാൻ കവർ ചെയ്തു. കുറച്ച് ഫുൾ കവർ ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. ചെറിയ ചെറിയ കുട്ടികൾ വരെ നല്ല ആക്റ്റീവ് ഉണ്ട് കേട്ടോ മക്കൾ. കാരണം അവർ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പം നല്ല സ്മാർട്ടുള്ള കുട്ടികൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ കണ്ടോളൂ, ഒരുപാട് ബോറടിപ്പിക്കാതെ ഞാൻ സംസാരിക്കാതിരിക്കുക. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഇത് നമുക്ക് അറിയാമല്ലോ, അതാണത്. ഇത് കേരളീയ തനിമ പകർത്തിയതാണ്. ആന കണ്ടോ, വള്ളംകളി, പിന്നെന്താ അമ്പലം, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ കേരളീയത എല്ലാ തനിമയും ഇവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല രസമായി തോന്നി. ആനൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ടായിരുന്നു. ഇതിലെന്താ തെയ്യം കളിയോ അങ്ങനെയല്ല, തേറ അങ്ങനെ എന്തോ അല്ലത്. ഇതെന്താ എനിക്കറിയില്ല. ഇത് ക്രിസ്ത്യൻസിൻ്റെ, അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ലെവലിൽ മൂന്നും ഒരുമിച്ചിട്ടാണ് വെച്ചത് കേട്ടോ. നല്ല ഉണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് പോയി താഴെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഓവർ കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു, എല്ലാവരും ഭയങ്കര കലബലായി. അപ്പോൾ ലാസ്റ്റ് മുകളിലത്തും കുറച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് മുകളിൽ കയറി. കുറേ ക്ലാസ് റൂമിൽ കാലിയായിപ്പോയി, കാരണം എല്ലാവരും വീട്ടിൽ പോകണ്ടേ.
അപ്പോൾ അവരൊക്കെ അതൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ഉള്ള ക്ലാസ് റൂമൊക്കെ കവർ ചെയ്തു. നല്ല സ്മാർട്ട് മക്കൾ കേട്ടോ. അതൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ഏതാന്നൊക്കെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കുട്ടികൾ. കാരണം അറബി കുട്ടിയാണത്. ഇവിടെ അറബ്സ് കുട്ടികളും പിന്നെ സുഡാനി കുട്ടികൾ അങ്ങനെ കുറേ പുറത്തത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. കാരണം കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, നല്ല സ്മാർട്ടുള്ള കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികളൊക്കെ നല്ല സ്മാർട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഓരോ എഴുതി ഒട്ടിച്ച് ശാസ്ത്രലോകത്തെ കണ്ടുപിടുത്തങ്ങൾ മാത്തമാറ്റിക്സ് കാര്യങ്ങളായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നല്ല കുഴപ്പമൊന്നും ഇതൊക്കെ ഇവരുള്ളവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എനിക്ക് പിന്നെ പറഞ്ഞു തരാൻ അറിയില്ല. ഇതൊരു സാധനം എന്താ പറയുക, ഇങ്ങനെ കെട്ടുകുടുക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അത് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരിത്. എന്നിട്ട് ആ കുട്ടി മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അയക്കുന്നതെന്നുള്ള. പെട്ടെന്ന് ഊരാൻ പറ്റും ആ ഒരു സാധനം. വേറെ ക്ലാസ്സുകളൊക്കെ കവർ ചെയ്യാൻ നമ്മൾ. എന്തൊക്കെയോ സ്ക്രീനിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ഫുട്ബോൾ കളിയോ അങ്ങനെ എന്തൊക്കെയോ. ഇത് ചിരട്ടല്ലേ, ചിരട്ടനെ കൊണ്ടുള്ള ഓരോ കലാരൂപങ്ങൾ, ഹാൻഡ് മെയ്ഡ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനുള്ളതൊക്കെ പിടിച്ചത് കുറേ കാലിയായിപ്പോയി. നല്ല രസമുണ്ട്. ആ സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സാധനമല്ല. ചെറിയ ചെറിയ കുട്ടികൾ ഓരോരോ അവരെ കഴിവിൻ്റെ കലാവിരുതുകളൊക്കെ ആണ് കേട്ടോ. ചെറിയ രസമുണ്ട് കാണാൻ. അല്ല അവരിങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമാണല്ലോ. എന്തെങ്കിലും അവനവനെ കൊണ്ട് പറ്റുന്ന കഴിവുകൾ കാഴ്ചവെക്കുക അല്ലേ, അറിവുകൾ കൂടാൻ സഹായിക്കല്ലോ. അതെന്താ യന്ത്രം കഴിഞ്ഞാൽ എന്താണാവോ, അത് കാറ്റാടി യന്ത്രം, കാറ്റാടി യന്ത്രം അങ്ങനെ എന്തോന്ന് പറയില്ല. എന്താ ജിറാഫിൻ്റെ രൂപം. താഴെ മുകളിൽ വെറുതെ താഴെയിട്ട് ഞാൻ എടുത്തത്. എന്തൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, ഞാനൊന്നും വായിച്ചിട്ടൊന്നുമില്ല. വിവരമുള്ളവർക്ക് മനസ്സിലാവും. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എത്ര പറഞ്ഞുതരാനോ അറിയില്ല. കുറച്ച് ടൈം എടുക്കും. അത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. പിന്നെ കട്ട് ചെയ്യാനും തോന്നില്ല. ഉള്ളതൊക്കെ അത്യാവശ്യം കുറേ ഞാൻ ഒഴിവാക്കി. ഇതില്ലേ ATM പുതിയൊരു അതായത് സിസ്റ്റം വരുന്നതാണ്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ചിട്ട് ഇവർ ATM എങ്ങനെ പ്രവർത്തിക്കുന്നത് അതെങ്ങനെയെന്നൊക്കെ. ഈ കുട്ടി +1 പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ, ബംഗാളി കുട്ടി. ഇവിടെ ബംഗാളി സ്കൂള് 7th വരെ ഉള്ളൂ. 7th കഴിഞ്ഞാൽ 8ലേക്കൊക്കെ ഇത് പുറമേത്തെ സുഡാനി കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടാണ്, ഇന്ത്യൻ സ്കൂളിൽ വന്നിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ സ്കൂൾ +2 വരെ ഉണ്ട്. അപ്പോൾ ഈ ബംഗാളി കുട്ടികൾ, സുഡാനി, അവർക്കൊന്നും സ്കൂളില്ല. ബംഗാളി സ്കൂൾ മാത്രം 7th വരെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സ്കൂളല്ല, പിന്നെ അറബ്സിൻ്റെ സ്കൂൾ. അപ്പോൾ ഈ കുട്ടി നല്ലൊരു കുട്ടി. ഇത് ബംഗാളിയാണ്, ബംഗ്ലാദേശിയാണ്. ആ കുട്ടി ഇതിനെ പറ്റിയിട്ട് വർണ്ണിച്ചു കൊടുക്കുക കേട്ടോ. പുതിയ ഒരു ATMൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല കഴിവുണ്ട്. അവരെന്നെ കണ്ടെത്തിയാന്ന് തോന്നുന്നു.
ഇന്നത്തെ ഇതിലുള്ള എല്ലാം എന്തോ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് ആ ATM അവർ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഓരോരോ കാര്യങ്ങളാണത്, ആ സിസ്റ്റം പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട് ഒക്കെ. കഴിയുന്നില്ല. ഓരോരോ റൂമുകളിൽ, ഓരോരോ ക്ലാസ് റൂമിൽ പലതും ഉണ്ട്. അത്യാവശ്യം എല്ലാ പാരൻസും വന്നു കേട്ടോ. കുട്ടികളൊക്കെ തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പാരൻസിനായാലും അവരിപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റിയത്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പാരൻസും കുട്ടികളൊക്കെ. ഇത് കുറച്ച് വലിയ കുട്ടികളാണ്. ഇതൊക്കെ ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള എന്തൊക്കെയൊക്കെ കണ്ടുപിടുത്തം കണ്ടോ. എന്താണെന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല പറഞ്ഞുതരാൻ. ഇതെന്നുള്ള ബയോഗ്യാസാണെന്ന് തോന്നുന്നത്. ഇതെന്തോ വെള്ളമൊക്കെ കണ്ടാൽ നിറച്ചിട്ട് ഗ്യാസ് ഉള്ളിലേക്ക് എടുക്കുന്ന സിസ്റ്റം എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടെന്തോ വെള്ളം നിറച്ചിട്ട് എന്താണെന്നുള്ള അറിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ അതിലെന്താ എഴുതി വെച്ചതെന്നൊക്കെ നോക്കാൻ മറന്നുപോയി. കുറേ ഉണ്ട്. ഇതൊരു സുഡാനിക്കുട്ടി കേട്ടോ. ഇതൊരു സുഡാനിക്കുട്ടി. ആ കുട്ടി നന്നായിട്ട് പറയുന്നുണ്ട്. അത്യാവശ്യം കഴിവുണ്ട് ആ കുട്ടിക്ക്. എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ചെറിയ എന്തോ സംഭവമാണ് ആക്കി വെച്ചത്. ഇതായി കുട്ടി കണ്ടോ, സ്മാർട്ടുണ്ട് കുട്ടി. സുഡാനിയാണ്. സോളാർ സിസ്റ്റം. ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾ കണ്ടോളൂ. ബോറടിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാത്ത കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയുന്നില്ല, അതാണ്. ഇത് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടായതാണ്. നമ്മൾ ആ സോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ അവിടെ ഉണ്ടാക്കിയത് ക്ലാസ് റൂമിലുണ്ടായിരുന്നത്. ഇത് ശരിക്കുള്ള ഒറിജിനലായിട്ടുള്ള ഇങ്ങനെ കാണിച്ചു തരാം വീഡിയോ ക്ലിപ്പായിട്ട്. കുറേ പാരൻസ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് നേരം ഉണ്ട് ക്ലാസ് റൂമിൽ.
അങ്ങനെ ഒരുവിധം ആ ക്ലാസ് റൂമത്തെ കഴിഞ്ഞു. പുറത്തിറങ്ങി വീണ്ടും ഒന്ന് കറങ്ങി. കുറേ ക്ലാസ് റൂം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്നും കൂടി കവർ ചെയ്തു. കുട്ടികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഓരോന്നുണ്ടാക്കിയതിനെ കുറിച്ചിട്ട്. ഇതൊക്കെ അതാ കമ്പ്യൂട്ടർ യുഗം. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളത് കണ്ട, ലാപ്ടോപ്പിൻ്റെ അതിൻ്റെ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ. ഇതൊക്കെ എന്താണാവോ. ഇതാ മിസ്സാട്ടോ, ഇത് മോൻ്റെ മിസ്സാണ്, നയന മിസ്. അങ്ങനെ ഷോർട്സിൻ്റെ ഭാഗം കൂടിയും പോയതാ. അതിനിപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. അങ്ങനെ വീണ്ടും താഴേക്ക് പോയി. കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പോയി. കുറേ ക്ലാസ് റൂം കാലിയായി കിടക്കുന്നുണ്ട് താഴെ എത്തുമ്പോഴത്തേക്കും. പേരൻസ് കുട്ടികൾ ഒക്കെ ആയിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പം താഴത്തെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി എടുത്തെന്നുള്ളൂ. കുറേ ഉണ്ട് എടുക്കാത്ത, കുറേ ക്ലാസ് താഴെ തന്നെ കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്റ്റേജ് കേട്ടോ. സാറുമാരും പാരൻസും ടീച്ചേഴ്സും ഒക്കെ നല്ലൊരു കൂട്ടായ്മയായിരുന്നു. ഇത് ചെറിയ KG സെക്ഷൻ്റെ റൂം, ക്ലാസ് റൂം. ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ ചെറിയ ക്ലാസ്സൊന്നും കവർ ചെയ്തിട്ടില്ല ശരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാ. അങ്ങനെ പുറത്തേക്ക് അവിടെ പക്ഷേ ഡോറ് ക്ലോസ് ചെയ്തിരുന്നതാണ്. അപ്പം നമ്മൾ പിന്നെ ബാക്ക് സൈഡിലുണ്ട് വേറെ ഗ്രൗണ്ടിൻ്റെ വഴിയുണ്ട് പുറത്തേക്ക് കിടക്കാൻ. അങ്ങനെ അതിലേ പോയി. മെയിൻ ഡോർ എന്താ അറിയില്ല, ലോക്കാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടികൾ പോകണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ പുറത്തേക്ക് ചാടി. അവിടെ അത്ര വെളിച്ചമില്ലായിരുന്നു, അതാണ് ഇരുട്ടായിപ്പോയത്. അങ്ങനെ പുറത്തേക്കെത്തി നമ്മൾ നമ്മളെ വണ്ടിയെ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങി കുറേ പേരൻസും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടോ വണ്ടികളിലൊക്കെ നടന്നു പോവുക. സ്കൂളാണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ, നിങ്ങൾ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.